ഹായ് ഓൾ, വെൽക്കം ടു എജുബി. നമ്മൾ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് എത്തിയിരിക്കുന്നത്. നോർമലി ഒരു PSCയുടെയോ ബാങ്കിന്റെയോ SSCയുടെയോ എക്സാമിനെ പറ്റി നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ അറിയും അല്ലേ. പക്ഷേ ഒരു ഇൻഷുറൻസ് എക്സാമിനെ പറ്റി നമ്മൾ അറിയാൻ കുറച്ച് ലേറ്റ് ആവും അല്ലേ. അതെങ്ങനെയാ പഠിക്കേണ്ടതെന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ അതിലേക്ക് കൂടുതൽ പേരെന്ത് ചെയ്യില്ല, എത്തി നോക്കില്ല. ഇതെങ്ങനെയാണ്, ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ അതെന്ത് ചെയ്യാത്ത, ട്രൈ ചെയ്യാത്ത. അപ്പോൾ ഇപ്പോൾ LICയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് LICയുടെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, LICയുടെ AAO അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. 350 വേക്കൻസീസ് ആണ് അവർ ഓൾ ഇന്ത്യ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൾ ഇന്ത്യ 350 വേക്കൻസീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നോർമലി ഒരു ബാങ്ക് എക്സാമിനെയും ഒരു SSC എക്സാമിനെയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജോലി നമ്മൾ ജോബ് വൈസ് ആയാലും അല്ലാതെ എക്സാം വൈസ് ആയാലും ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമാണ് ഇൻഷുറൻസിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ജോബ് വൈസ് ആണെങ്കിലും നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ജോലി, ഏറ്റവും എളുപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ജോബ് വൈസ് നോക്കുമ്പോൾ സ്ട്രെസ് കുറവും പ്രഷർ കുറവുള്ള ഒരു എക്സാമാണ് ഇൻഷുറൻസിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് എക്സാം വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിലും കയറി പറ്റാൻ എളുപ്പമുള്ള ഒരു എക്സാമാണ് ഇൻഷുറൻസിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാങ്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സാം ലെവല് മെയിൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമിന് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പം അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ സാലറിയാണ്. സാലറി വരുന്നത് 1,26,000 രൂപയാണ് സാലറി വരുന്നത്. ഇത് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക് കിട്ടുന്ന ഫസ്റ്റ് സാലറിയാണ് 1,26,000. ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസോ വേറെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസോ ആവശ്യപ്പെടുന്നില്ല. ജസ്റ്റ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു ഡിഗ്രിയും പിന്നെ എന്താണ് ഒരു എക്സ്പീരിയൻസും ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഫ്രഷറായിട്ട് നിൽക്കുന്ന ഒരാൾക്ക്, ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ആർക്ക് വേണോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രഷായിട്ട് ഇറങ്ങിയവർക്ക് അപ്ലൈ ചെയ്യാം, ഒരുപാട് വർഷമായവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയവർക്കും അതിന് മുന്നേ ഇറങ്ങിയവർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. എക്സ്പീരിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്കിനി എന്ത് ചെയ്യാം, എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ വേക്കൻസീസ് 350 വേക്കൻസീസ് ആണ് ഓൾ ഇന്ത്യ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 350 വേക്കൻസീസ് ആണ് ഓൾ ഇന്ത്യ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കയറി പറ്റാൻ എളുപ്പമുള്ള ഒരു എക്സാം ആണ്. അത്യാവശ്യം വേക്കൻസി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജോലിയും ഒരു ലൈഫുമാണ് ആഗ്രഹിക്കുന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലെത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡേറ്റ്, എക്സാം ഡേറ്റും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റിനെ പറ്റി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ എന്ന് പറയുന്നത് സെപ്റ്റംബർ 8 ആണ്. ഓക്കെ, ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 8 ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഒരിക്കലും ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റിന് ഒരു ദിവസം മുന്നേ എങ്കിലും അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 8-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഹോൾ ടിക്കറ്റ് വരുന്നത് എക്സാമിന് ഒരാഴ്ചത്തേക്ക് മുന്നേ 7 ദിവസം 7 ഡേ ബിഫോർ എക്സാമിനേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബർ 3 വരുന്നത്. ഓക്കെ, ഒക്ടോബർ 3 ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഇനിയും നോക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, ഒരു മാസം വരെ സമയമുണ്ട്. അപ്പോൾ അത്യാവശ്യം ബേസ് ഉള്ള ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് സ്പീഡ് മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ, പ്രിലിംസ് ഈസി ആയിട്ട് തന്നെ കയറി പറ്റാൻ പറ്റും. പിന്നെ മെയിൻസിന്റെ ഡേറ്റ് വരുന്നത് നവംബർ 8 ആണ്. അതും ഈ പ്രിലിംസ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് മെയിൻസ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നമുക്ക് ടൈം കിട്ടുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഡേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഏജ് നമുക്ക് നോക്കാം. ഏജ് പറയുന്നത് 21 വയസ്സ്, മിനിമം 21 വയസ്സും മാക്സിമം 30 വയസ്സാണ് പറയുന്നത്. ഓക്കെ, 21 വയസ്സും മാക്സിമം 30 വയസ്സാണ് പറയുന്നത്. ഇതിൽ SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഏജ് പറഞ്ഞു നമ്മൾ 21-30 ആണ് ഏജ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാലറി ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടറായിട്ട് ബിഗിനറായിട്ട് കയറുന്ന ഒരാൾക്ക്
പെർ മന്ത് കിട്ടുന്ന സാലറി 1,26,000 രൂപയാണ്. ഒരു എക്സ്പീരിയൻസും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സാം എഴുതി ക്ലിയർ ചെയ്യുക. അതിന് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് മന്ത് മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 1,26,000 രൂപയാണ് കിട്ടുന്നത്. LICയിലെ ജോലി എന്ന് പറയുമ്പോഴേ അത്യാവശ്യം നല്ല സാലറിയാണ്. അതും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ എക്സാം ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ എളുപ്പമായിരിക്കും. ഓക്കെ, എക്സാമിനേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഫീസ് ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് SC STക്ക് വരുന്നത് 85 രൂപ, പിന്നെ ട്രാൻസാക്ഷൻ ചാർജും വരും. നോർമലി ഉള്ള ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നത് 700 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, 700 റുപ്പീസ് ആണ് ഫീസ് വരുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഓക്കെ, ഇത് റീഫണ്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 700 രൂപ മുടക്കിയാലും നിങ്ങൾക്ക് പെർ മന്ത് 1,25,000 രൂപ വെച്ച് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്ക് ജോലിക്ക് കയറി നെക്സ്റ്റ് മന്ത് മുതൽ തന്നെ എന്ത് ചെയ്യാം, വാങ്ങാൻ പറ്റും അല്ലേ. നമ്മൾ മുടക്കി എന്ന് പറഞ്ഞിട്ട് നഷ്ടമില്ല. അത്രയും നല്ലൊരു ജോബാണ്, അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. എഴുതിയെടുക്കാനും ഈസി ആയിട്ടുള്ള ഒരു എക്സാമാണ് LICയുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പാറ്റേണിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ എക്സാമിന് ഉള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത്. ഓക്കെ, നോർമലി ബാങ്ക് എക്സാമോ ഇൻഷുറൻസ് എക്സാമോ വരുന്ന സമയത്ത് 4 എണ്ണം തെറ്റുമ്പോൾ 1 മാർക്കാണ് കുറയ്ക്കുന്നത്. അതായത് 0.25 വെച്ചാണ് കുറയ്ക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു എക്സാം LIC AAOയുടെ എക്സാമിന് നെഗറ്റീവ് വരുന്നില്ല. നോ നെഗറ്റീവ് മാർക്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് വരുമ്പോഴത്തേക്കും 3 സെക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് 3 സെക്ഷൻ, 30 ക്വസ്റ്റ്യൻസ് വെച്ച് മാക്സിമം മാർക്കും സെയിം, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട്. റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പ്രിലിംസ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറാണ്. ഏത് ബാങ്ക് എക്സാം ഇൻഷുറൻസ് എടുത്താലും ക്വാളിഫൈ മാത്രം ചെയ്താൽ മതി. മെയിൻസിന്റെ മാർക്കും ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇതിനിപ്പോൾ സപ്പോസ് 100 മാർക്കിനുള്ള എക്സാം ആണെങ്കിൽ 80 കട്ട് ഓഫ് ഇട്ടാൽ 80 മേലെ കിട്ടുന്ന 80 മേലെ കിട്ടുന്ന എല്ലാവരും ക്വാളിഫൈ ആയി. ആ മാർക്ക് നമ്മൾ ഫൈനൽ സെലക്ഷനിൽ എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതില് എക്സ്ട്രാ അവരൊരു കാര്യം പറയുന്നുണ്ട്, ഓരോ സെക്ഷനും മിനിമം ക്വാളിഫയിങ് മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ റീസണിങ്ങിന് അവർ പറയുന്നത് SC STക്ക് 16ഉം അതേഴ്സിന് 18ഉം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 16ഉം, SC ST അതർ കാൻഡിഡേറ്റ് 18 മാർക്കുമാണ് പറയുന്നത്. ഇംഗ്ലീഷിന് മിനിമം SC STക്ക് 9 മാർക്കും അതേഴ്സിന് 10 മാർക്കുമാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇതിൽ തന്നെ എല്ലാ സെക്ഷനും 20 മിനിറ്റ് വെച്ചാണ് അവർ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 1 അവർ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റത്തില്ല. 20 മിനിറ്റ് വെച്ചിട്ട് അവർ തന്നെയാണ് അലോട്ട് ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ മാർക്ക് വരുന്നത് 70ആണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് മാത്രമാണ് വരുന്നത്. ഈ ഇംഗ്ലീഷിൽ കിട്ടുന്ന മാർക്ക് ക്വാളിഫൈ മാത്രം ചെയ്താൽ മതി, ആ മാർക്ക് ആഡ് ചെയ്ത് എടുക്കത്തില്ല. ഓക്കെ, അതായത് റീസണിങ്ങിനും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും കൂടി കിട്ടുന്ന മാർക്കായിരിക്കും ആഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ഓഫ് ഇടുമ്പോഴത്തേക്കും മാർക്ക് നോക്കുന്നത്. അതായത് 70 മാർക്കിനാണ് എക്സാം. ഇംഗ്ലീഷ് ക്വാളിഫൈ മാത്രം ചെയ്താൽ മതി, അതിന് മാർക്ക് ആഡ് ചെയ്തെടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ 1 hour ആണ് ടൈം. അത് 20 വെച്ച് അവർ തന്നെ എന്ത് ചെയ്തു, നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നെഗറ്റീവ് മാർക്കും വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മെയിൻസിന്റെ പാറ്റേണെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മെയിൻസ് വരുന്ന സമയത്ത് 300 മാർക്കിനാണ് മെയിൻസ് എക്സാം വരുന്നത്. ഓക്കെ, 300 മാർക്കിനാണ് വരുന്നത്. ഇതിൽ തന്നെ റീസണിങ്ങിന്റെ സെക്ഷൻ വരുന്നുണ്ട്. 30 ക്വസ്റ്റ്യൻ 90 മാർക്കാണ്, 90 മാർക്കാണ് വരുന്നത്. അതിന് മിനിമം ക്വാളിഫയിങ് മാർക്ക് പറയുന്നുണ്ട്. SC STക്ക് 40ഉം അതേഴ്സിന് 45ഉം. അതിനുള്ള ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റ് ആണ്. പിന്നെ പറയുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ആ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും 1 വർഷത്തെയോ 2 വർഷത്തെയോ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നവംബറിൽ വരുന്ന എക്സാമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നവംബറിന് ഒരു 5 മാസം മുന്നേ ഉള്ള അല്ലെങ്കിൽ 6 മാസം മുന്നേ ഉള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മതി. അത്രയും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാനുള്ള സമയം ഇനിയും നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കുക. അത് 30 ക്വസ്റ്റ്യൻ 60 മാർക്കാണ്. ക്വാളിഫയിങ് 27ഉം 30ഉം ആണ്. 20 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. 30 ക്വസ്റ്റ്യൻ വരുന്നത് 90 മാർക്കാണ്.
40 SC/ST ക്വാളിഫയിങ് മാർക്ക്, അതേഴ്സിന് വരുന്ന 45, 40 മിനിറ്റ്സും ആണ് ടോട്ടൽ ടൈം. ഇതിൽ എക്സ്ട്രാ ഒരു സെക്ഷൻ വരുന്നത് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് എക്സ്ട്രാ വരുന്നത്. അത് 30 ക്വസ്റ്റ്യൻ 60 മാർക്കാണ്. SC/ST മിനിമം ക്വാളിഫൈ മാർക്ക് 27, അതേഴ്സിന് 30 മിനിറ്റ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 20 മിനിറ്റ് ആണ് ടൈം വരുന്നത്. അതിന് ആ ഒരു സെക്ഷന് ടൈം വരുന്നത്. ഓക്കെ, ടോട്ടൽ 120 ക്വസ്റ്റ്യൻ 300 മാർക്കാണ് വരുന്നത്. 2 അവർ ആണ് ടൈം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ മാത്രമാണ് ഇതിൽ എക്സ്ട്രാ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻഷുറൻസ് അവയർനെസ് നമ്മൾ പ്രീവിയസ് ഇയർ എടുത്ത് വെച്ച് പഠിച്ചാലും മതി. ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, അത് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഇപ്പോൾ LICയുടെ എക്സാം, ഇൻഷുറൻസ് എക്സാം നോർമലി വരുന്ന സമയത്ത് മെയിൻസ് വരുമ്പോൾ ബാങ്ക് എക്സാമിനെക്കാളും ഈസിയാണ്. കോണ്ട് ആയാലും റീസണിങ് ആയാലും നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുന്നതായിരിക്കും തരുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഇതിന് ഡിസ്ക്രിപ്റ്റീവും കൂടെ വരുന്നു. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അത് 25 മാർക്കാണ് വരുന്നത്. അതിൻ്റെ മിനിമം ക്വാളിഫൈ മാർക്ക് 9ഉം 10ഉം ആണ്. SC/ST അതേഴ്സിന് 30 മിനിറ്റ്, അരമണിക്കൂറിൽ 2 എണ്ണം ടൈപ്പ് ചെയ്യുക. ഓക്കെ, അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇമെയിൽ റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ്, പ്രിസി റൈറ്റിംഗ്, ഇങ്ങനെയുള്ള ഇതായിരിക്കും തരുന്നത്. ഓക്കെ, ഫോർമാറ്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ അതിന് 30 മിനിറ്റ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 2.5 മണിക്കൂറാണ് മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്കാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഫൈനൽ കട്ട് ഓഫിൽ നമുക്ക് ജോലി കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം എന്തും വരുന്നുണ്ട്, ഇൻ്റർവ്യൂവും വരുന്നുണ്ട്. ഓക്കെ, മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂവും വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പോലെ ഇത്രയും വലിയൊരു പ്രൊസീജിയർ ആണോ എന്ന് തോന്നും. പക്ഷെ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള അല്ല. നമ്മൾ ബാങ്കിനെക്കാളും PSCയെക്കാളും SSCയെക്കാളും പെട്ടെന്ന് തന്നെ ജോബിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇൻഷുറൻസ് എക്സാം എന്ന് പറയുമ്പോൾ. ഓക്കെ, നമ്മൾ PSC ആയാലും നമ്മൾ എഴുതി കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് അതിലേക്ക് കയറാൻ, ജോബിന് ലിസ്റ്റിലുണ്ടെങ്കിൽ തന്നെ ജോബിലേക്ക് കയറാനായിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ബാങ്ക് ആയാലും ബാങ്കിൽ ജോബിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അതിൻ്റെ മെയിൻസിനെക്കാളും എളുപ്പമാണ് ഇൻഷുറൻസിൻ്റെ മെയിൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളിപ്പം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം, കുറച്ച് പേരെങ്കിലും വർക്ക് ചെയ്തിട്ട് കിട്ടാത്തവർ കാണുമായിരിക്കാം. ഒരിക്കലും നിങ്ങളുടെ ഹോപ്പ് കളയരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളെ ചാൻസസ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ എക്സാം വരുന്ന സമയത്തും അത് നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് മൈൻഡോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾ അത്രത്തോളം വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.